കീർത്തിയെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല. ജനിച്ചപ്പോൾ തൊട്ടേ സിനിമകളെക്കുറിച്ച് കേട്ടും സിനിമകൾ കണ്ടും കൂടുതൽ അടുത്തറിഞ്ഞുമൊക്കെ വളർന്ന ഒരാളാണ്. എന്നിട്ടിപ്പോൾ ആക്ട്രസ്സായി മാറിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു 2 സ്റ്റേജസിലും സിനിമയെ കാണുമ്പോൾ അകത്തുനിന്നും പുറത്തുനിന്നും കാണുമ്പോൾ ആ ഒരു വ്യത്യാസം എങ്ങനെയാണ്? സിനിമ എന്ന് പറയുന്നത് എനിക്കൊരു പുതിയൊരു സംഭവമല്ല, ചെറുപ്പം മുതലേ കാണുന്നൊരു കാര്യമാണ്. കാരണം വീട്ടിൽ ഞാൻ കാണുന്നതും കേൾക്കുന്നതും അതാണല്ലോ, എൻ്റെ അച്ഛനമ്മ പറയുമ്പോൾ അതാണല്ലോ. സോ എനിക്ക് ആ പുതിയ കാര്യമല്ല. പിന്നെ ഞാൻ ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് 2 സിനിമകൾ, 3 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമേനെ ഞാൻ സീരിയസ് ആയിട്ട് കാണുന്നത് ഞാൻ ഒരു നടിയായതിനു ശേഷമാണ്. അപ്പം എന്താ പറയുക, ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പേടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ചെറുപ്പം മുതലുള്ള ഒരു ഇതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പം കുറേ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ എന്തൊക്കെ ഞാൻ സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളിതിൻ്റെ ഉള്ളിൽ വന്ന് ലൈക്ക് പ്രോപ്പറായിട്ട് ഇതൊരു സീരിയസ് ആയിട്ട് ഇതാണ് ലൈക്ക് ഇപ്പോൾ നമ്മുടെ ഇപ്പം എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അത് അങ്ങനെ കാണുമ്പം അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. കീർത്തി ഇപ്പോൾ പറഞ്ഞു സിനിമയാണ് ലൈഫ് എന്നുള്ളത്. അപ്പം സിനിമയാണ് ലൈഫ് എന്ന് തോന്നിയ ആ ഒരു ഏതൊരു മൊമെൻറ്റിലാണ് അങ്ങനെ തോന്നിയത്? അല്ല, എനിക്ക് അഭിനയിക്കണമെന്ന് ചെറുപ്പം മുതലേ എനിക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇത് വൈകിയോ എനിക്കറിയില്ല. എന്താ പറയുക, ഞാൻ അച്ഛനമ്മയ്ക്കും ഞാൻ പഠിച്ച് തീർക്കണം എന്ന് ഒരു ഭയങ്കര ഇതായിരുന്നു, കമ്പൽസറി ആയിരുന്നു. അപ്പം ഞാൻ 12 കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ പഠിത്തം കഴിഞ്ഞു, ഞാൻ അഭിനയിക്കട്ടെ എന്ന് വെച്ചു. അപ്പം നീ കോളേജ് പഠിക്കാതെ. അപ്പം അങ്ങനെ ഒരു 3 years വൈകിയല്ലേ? അതെ. അത് ഞാൻ ആക്ടിങ് അങ്ങനെ എന്തെങ്കിലും കോഴ്സൊക്കെ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷെ ആ സമയത്ത് ഐ തിങ്ക് PG എന്തോ ഉണ്ടായിരുന്നുള്ളൂ, അണ്ടർ ഗ്രാജുവേഷൻ എന്തെങ്കിലും ചെയ്യണം. ഞാൻ ശരി സിനിമയിലേക്ക് വരണം എന്നായിരുന്നു ആഗ്രഹം. അഭിനയിക്കാനാണ് കൂടുതൽ ആഗ്രഹം. എന്നാൽ അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു എത്തിയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഫീൽഡിൽ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ശരി കോസ്റ്റ്യൂം ഡിസൈൻ ഒക്കെ ചെയ്യണമെങ്കിൽ മേ ബി ഫാഷൻ ഡിസൈൻ ചെയ്യാം. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടാണ് ഞാൻ ഫാഷൻ ഡിസൈൻ തന്നെ എടുത്തത്. പിന്നെ സിനിമ തന്നെയായിരുന്നു ഉള്ളിൽ. അതെ, സിനിമ തന്നെയായിരുന്നു ഉള്ളിൽ. പിന്നെ ഇതോ ഭാഗ്യവശം ദൈവാധീനം പ്രിയനങ്കിൾ വിളിച്ചു, ഗീതാഞ്ജലിക്ക് വേണ്ടി വിളിച്ചു. അങ്ങനെ അത് എനിക്ക് തോന്നുന്നു പ്രിയനങ്കിൾ ആയതുകൊണ്ട് മാത്രമാണ് അന്ന് അച്ഛൻ സമ്മതിച്ചത്. അതിനിപ്പോൾ വേറെ ആരെങ്കിലും സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. സോ അപ്പം അങ്ങനെയാണ് അത് തുടങ്ങിയത്. അതൊരു ഒരു ഫ്ലോയിൽ അങ്ങ് വന്നതാണ്. അപ്പം ആദ്യം മുതലേ അച്ഛനമ്മ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അച്ഛൻ പറയും നിനക്ക് വേണ്ടി ഞാനൊരു സിനിമ എന്തായാലും എടുക്കുമൊന്നുമില്ല. അപ്പം അതൊക്കെ താനേ വരണം എന്ന് പറയും. അതൊക്കെ താനേ വരേണ്ടതാണ്, നമ്മളിങ്ങനെ തേടിപ്പോയി വരേണ്ടതല്ല. സോ വരാനുണ്ടെങ്കിൽ അത് വരും എന്നിങ്ങനെ പറഞ്ഞിരുന്നു. അത് വന്നു. ഇപ്പോൾ ഡിസൈനിങ് പഠിച്ചതും സിനിമയുടെ തന്നെ ഭാഗമായി നിൽക്കണം എന്ന് കരുതിയിട്ടാണോ? അല്ല, തുടങ്ങിയപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ച് ഞാൻ തന്നെ എൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്യാമെന്നൊക്കെയാണ്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. ബിക്കോസ് അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ അതും ചെയ്യുക, അഭിനയിക്കുകയും വേണമെന്ന് പറഞ്ഞാൽ രണ്ടും കൂടി എനിക്കറിയത്തില്ല. മേ ബി ചെയ്യാം ഫ്യൂച്ചറിൽ. പക്ഷേ അത് ഭയങ്കര ഒരു ഹെക്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം എനിക്ക് അതിനുള്ളൊരു സമയമില്ല. പക്ഷേ കഴിയും തോറും ഞാൻ എൻ്റെ ഒരു ടച്ച് വിടാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. ലൈക്ക് ഞാൻ തന്നെ എന്തെങ്കിലും ഉടുക്കുന്നതോ അങ്ങനെയൊക്കെ ചിലപ്പോഴൊക്കെ സമയം കിട്ടുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യും.